ഇത്തവണ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് ഡൽഹിയിൽ കളമൊരുങ്ങുന്നത്. ആം ആദ്മി പാർട്ടിയും BJPയും കോൺഗ്രസും വാശിയേറിയ പോരാട്ടത്തിനാണ് തയ്യാറെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകടന പത്രികയിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന വാഗ്ദാനം വലിയ ചർച്ചയാവുകയാണ്. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻ പ്രഖ്യാപനങ്ങളുമായി കളം പിടിക്കാൻ കോൺഗ്രസ് രംഗത്തുണ്ട്. ഒട്ടേറെ ജനപ്രിയ പദ്ധതികൾ ഉൾക്കൊള്ളിച്ച പ്രകടന പത്രികയാണ് കോൺഗ്രസ് പുറത്തിറക്കിയിരിക്കുന്നത്. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് തൊഴിലിലും വിദ്യാഭ്യാസ രംഗത്തും സംവരണം കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കൂടാതെ ഡൽഹി വോട്ടർമാർ വലിയ പ്രതിസന്ധി നേരിടുന്ന വൈദ്യുതി, ജോലി തുടങ്ങിയ വിഷയങ്ങളിൽ ഉൾപ്പെടെ വാരിക്കോരിയാണ് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുള്ളത്. ഷീല ദീക്ഷിതിന് ശേഷം ഡൽഹിക്ക് കോൺഗ്രസ് മുഖ്യമന്ത്രിയെ ലഭിച്ചിട്ടില്ല. വൻ അഴിമതി ആരോപണം ഉന്നയിച്ച് സമരം നയിച്ചാണ് അരവിന്ദ് കെജ്രിവാൾ കളം നിറഞ്ഞതും കോൺഗ്രസിനെ പുറത്താക്കി ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയതും. മൂന്നാം ഊഴം തേടുന്ന കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ലോക്സഭയിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസുമായി സഹകരിക്കാതെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഗോദയിൽ ഇറങ്ങിയിരിക്കുന്നത്. 300 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതിയാണ് ആകർഷണീയമായ പ്രഖ്യാപനങ്ങളിലൊന്ന്. സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ സ്റ്റൈഫൻഡ് അനുവദിക്കുമെന്നും ഡൽഹിയിൽ ജാതി സെൻസസ് നടത്തി വിഭവങ്ങൾ തുല്യമായി വീതിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട്. ഡൽഹി നിവാസികൾക്ക് 25 ലക്ഷം രൂപ കവറേജ് ലഭിക്കുന്ന ആരോഗ്യ പദ്ധതിയും കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തൊഴിൽ രഹിതരായ യുവജനങ്ങൾക്ക് ഒരു വർഷം 8500 രൂപ സ്റ്റൈഫൻഡോടുകൂടിയ അപ്രന്റീസ്ഷിപ്പ്, 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ, സൗജന്യ റേഷൻ, പൂർവാഞ്ചൽ വിഭാഗക്കാരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രത്യേക മന്ത്രാലയം എന്നിവയും കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങളാണ്. ഡൽഹിയിലെ പ്രധാന വോട്ട് സമൂഹമാണ് പൂർവാഞ്ചലിൽ നിന്നുള്ളവർ. ഇവരെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങളും കോൺഗ്രസ് നടത്തിവരികയാണ്. LGBTQIA സമൂഹത്തിന് എതിരായ വിവേചനം അവസാനിപ്പിക്കുമെന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. സ്കോളർഷിപ്പുകളും മറ്റും അനുവദിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുമെന്നും വാഗ്ദാനമായി പറയുന്നു. പ്യാരി ദീദി യോജന എന്ന പദ്ധതി വനിതാ വോട്ടർമാരെ കൂടെ നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ്. പാവപ്പെട്ട വനിതകൾക്ക് പ്രതിമാസം 2500 രൂപയാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ലഭിക്കുക. മെഹൻഗായി മുക്തി യോജനയും വനിതാ വോട്ടർമാരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. 5 കിലോ അരി, 2 കിലോ പഞ്ചസാര, 1 കിലോ പാചക ഓയിൽ, 6 കിലോ പരിപ്പ്, 250 ഗ്രാം ചായപ്പൊടി എന്നിവ നൽകുന്ന കിറ്റ് ഈ പദ്ധതിക്ക് കീഴിൽ വരുന്നതാണ്. ഒപ്പം 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടറും. മുതിർന്ന പൗരന്മാർ, വിധവകൾ, അംഗപരിമിതർ, ട്രാൻസ്ജെൻഡർ എന്നിവർക്ക് 5000 രൂപ പ്രതിമാസം പെൻഷൻ നൽകുമെന്നും വാഗ്ദാനത്തിൽ പറയുന്നുണ്ട്. തെലങ്കാന മോഡലിൽ യുവജനങ്ങളെ ആകർഷിക്കാൻ സ്റ്റൈഫൻഡും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ജാതി സെൻസസ് പ്രഖ്യാപനം നടത്തുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. മേൽത്തട്ട് പരിധി 12 ലക്ഷമാക്കി ഉയർത്തും. സച്ചാർ കമ്മിറ്റി ശുപാർശകൾ നടപ്പാക്കും. പട്ടികജാതി വിഭാഗത്തിനു വേണ്ടി സർക്കാർ കരാറുകളുടെ 15% നീക്കിവെക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. അതേസമയം ഫെബ്രുവരി 5-നാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ് നടക്കുക.